ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് നല്ലൊരു ഹൈദരാബാദി മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയുള്ള ബിരിയാണിയാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ മട്ടനൊക്കെ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ച് നമുക്കതിലേക്ക് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് ബിരിയാണി മസാല, ഉപ്പുപൊടി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് തൈര്, സവാള വറുത്തത് കോരി വെച്ചിട്ടുള്ളത് നമ്മളത് കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. സവാള പച്ചയല്ല, വറുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്ത് പുതിന, മല്ലിയില ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്തതായി കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളുടെ ഈ മട്ടൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 വിസിലടിച്ച് നമുക്കതിനെ വേവിച്ചെടുക്കാം കേട്ടോ. മട്ടൻ ആയതുകൊണ്ടാണ് കുക്കറിലിടുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു പാത്രത്തിലിട്ട് വേവിച്ചാൽ മതി. നമ്മൾ വെള്ളം കൂടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബസ്മതി റൈസാണ് ഇട്ടിട്ടുള്ളത്. വെള്ളത്തിലേക്ക് നമുക്ക് ഗ്രാമ്പൂ, പട്ട, ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ആ റൈസിനെ ഒന്ന് തിളപ്പിച്ച് കോരിയെടുക്കാം. മട്ടൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കടായിലേക്ക് അത് മാറ്റി അതിന് മുകളിലേക്ക് ഈ വെന്ത റൈസിനെ ഇട്ട് കൊടുത്ത് നമുക്കതിലേക്ക് കുറച്ച് ഓയിലാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഓയിലും കുറച്ച് RKG, പിന്നെ അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മല്ലിയില, പുതിന, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം വറുത്ത് കോരിയതും ഒക്കെ നമുക്കതിന് മേലെ ഇട്ട് കൊടുത്ത് നമുക്കത് ഡെക്കറേറ്റ് ചെയ്യും. ഞാനിവിടെ സവാള വറുത്ത് കോരിയത് ഇടുന്നില്ല, സവാള ഇടണം. പക്ഷേ ഇവിടെ ഇവിടെ മക്കൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ സവാള ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് സവാളയും വറുത്ത് കോരി ഇടണം കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് അത് നമുക്ക് ദം ചെയ്യാൻ വയ്ക്കാം. 2 മിനിറ്റ് എന്നുള്ളത് ഒരു 5-10 മിനിറ്റ് നമുക്ക് ദം ചെയ്യാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. നമ്മൾ സാധാരണ വെക്കുന്നതിൽ നിന്നും വ്യത്യസ്തമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ട്രൈ ചെയ്യാൻ മറക്കരുത്, ഇത് മിസ്സാക്കരുത്. അപ്പോൾ നമുക്കത് സലാഡൊക്കെ കൂട്ടി കഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.